ഒരു കുടുംബത്തിലെ 2 പേർ ഒരേ ദിവസം മരണപ്പെട്ട സംഭവത്തിൽ ഭക്ഷ്യവിഷബാധ ആരോപണം ശക്തമാകുന്നതിനിടെ ഇവർ ഭക്ഷണം കഴിച്ച് വിഴിഞ്ഞത്തെ അസ്മാക് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് യാതൊരുവിധ ഔദ്യോഗിക അംഗീകാരം ഇല്ലാതെയാണെന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നു. വിഴിഞ്ഞം കടൽ തീരത്ത് പ്രവർത്തിക്കുന്ന ഈ ഹോട്ടൽ ഒരു അനധികൃത കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയോ ആരോഗ്യ വിഭാഗത്തിന്റെയോ ലൈസൻസ് ഹോട്ടലിന് ഉണ്ടായിരുന്നില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നിലമേൽ സ്വദേശികളായ റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവരുടെ മരണത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പോലീസ് ഇടപെട്ട് ഹോട്ടൽ കഴിഞ്ഞ ദിവസം തന്നെ അടപ്പിച്ചു. വിഴിഞ്ഞം തീരദേശത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളെ കുറിച്ച് ആരോഗ്യ വിഭാഗം നടത്തിയ പെട്ടെന്നുള്ള പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന 14 ഹോട്ടലുകളിൽ 12 എണ്ണത്തിനും ആരോഗ്യ വിഭാഗത്തിന്റെ മതിയായ അനുമതിയില്ലെന്നാണ് കണ്ടെത്തൽ. ലൈസൻസ് ഇല്ലാതെയും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. മരണപ്പെട്ട റഷീദ ബീവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഭക്ഷ്യവിഷബാധയാകാം എന്ന പ്രാഥമിക സംശയം ഡോക്ടർമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ കുടുംബത്തിൽ മരിച്ച ഷാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഒരേ ദിവസം അടുത്തടുത്ത സമയങ്ങളിൽ മരണം സംഭവിച്ചതിനാൽ 2 പേരുടെയും ആന്തരികാവയവങ്ങൾ വിവിധ രാസപരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണത്തിന് പിന്നിൽ ഭക്ഷ്യവിഷബാധയാണോ അതോ മറ്റേതെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാണോ എന്ന് കണ്ടെത്താൻ സാധിക്കൂ. റഷീദ ബീവിയുടെ മകൾ സജിമോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവർ വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകളും വെള്ളവും രാസപരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതേസമയം സംഭവത്തിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ വിവാദമായ അസ്മാക് ഹോട്ടലിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഹോട്ടലിനുള്ളിൽ നിന്ന് പഴകിയ ഭക്ഷണമോ അല്ലെങ്കിൽ അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യങ്ങളോ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ്. ഹോട്ടലിന് ലൈസൻസ് ഇല്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണെങ്കിലും മരണം നേരിട്ടത് ഭക്ഷ്യവിഷബാധ മൂലമാണെന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രീയ തെളിവുകൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. കടൽ തീരത്ത് ലഭിക്കുന്ന പല ലഘുഭക്ഷണശാലകളും ഹോട്ടലുകളും മതിയായ രേഖകളില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായതോടെ വിഴിഞ്ഞം മേഖലയിലെ മുഴുവൻ ഭക്ഷണശാലകളിലും പരിശോധന കർശനമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സജിമോളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയാകുമ്പോൾ വിനോദസഞ്ചാര മേഖലയിലെ ഹോട്ടലുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായോ എന്നും പരിശോധിക്കുന്നുണ്ട്. രാസപരിശോധനാ ഫലം വരുന്നതുവരെ ഹോട്ടൽ തുറക്കാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലമേലിലെ ഈ കുടുംബത്തിന് നേരിട്ട ദാരുണമായ അനുഭവം ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് പടർത്തിയിരിക്കുന്നത്. ഹോട്ടലിൽ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന ആവശ്യവും ഇവിടെ ശക്തമായിട്ടുണ്ട്.